ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറിയായിട്ടാണ്. എല്ലാവർക്കും അറിയാം മുട്ടക്കറി ഉണ്ടാക്കാൻ, എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ്. ഈ രീതിയിൽ വെച്ചാൽ മുട്ട റോസ്റ്റും ആക്കിയൊക്കെ എടുക്കാം, മുട്ടക്കറി ആക്കി എടുക്കാം. അന്നേരം എല്ലാവരും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാനറിയാത്ത ഒത്തിരി പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാവർക്കും നന്ദി. എല്ലാവരും എൻ്റെ വീഡിയോയും കാണുന്നുണ്ട്, എനിക്ക് വ്യൂസും ലൈക്സൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ നല്ല മനസ്സുള്ളത് കൊണ്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് ഞാൻ പുഴുങ്ങിയ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങി വെച്ചിട്ട് തോടൊക്കെ കളഞ്ഞ് പുഴുങ്ങി വെച്ചതാണ്. 3 വലിയ സവോള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി കാണാൻ പറ്റുന്നില്ല അല്ലേ, അത് എല്ലാം ചേരുവകളും എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാണ് വെക്കുന്നത്. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ ചേരുവകളെല്ലാം ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കണം. ഒരു നുള്ളു ഉപ്പ് അല്ല 1 നുള്ളു പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് പാടി കിട്ടും. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. മുട്ട ഉപ്പിട്ട് വേവിച്ചതാണ്. ഈ സവോളയ്ക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പിട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഞങ്ങളിവിടെ പൊടിപ്പിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് ഭയങ്കര കളറായിരിക്കും, നല്ല കളറാണ് മഞ്ഞൾപ്പൊടിക്ക്. ആ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ചേരുവകളെല്ലാം ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല 1 സ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ ചിക്കൻ മസാല 2 സ്പൂൺ ഇട്ട്, പിന്നെ ചതച്ച കുരുമുളക് ഉണ്ടായിരുന്നു അതും ഇട്ട് ഞാൻ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല ചൂടുവെള്ളം ഉണ്ടാവുമല്ലോ, 1 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഗ്രേവി കിട്ടാൻ വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അന്നേരം ഇപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള തിക്കായിട്ടുള്ള നമുക്ക് ഗ്രേവി കിട്ടും. ഈ ഗ്രേവി തിക്കായി നല്ല തിളച്ച് തിക്കായി വരുമ്പോൾ ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയി, അത് നേരത്തെ ഇടേണ്ടതായിരുന്നു, ഇപ്പോഴാണ് ഓർത്തത്, ഓടിപ്പോയി. ഞാനൊരു തക്കാളി കൊണ്ടുവന്ന് അരിഞ്ഞിട്ട് ആ തക്കാളിയും കൂടി വാടി വരുമ്പോൾ ഈ ഗ്രേവി തിക്കാവും. തിക്കായതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഈ തിക്കായി വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുട്ട ഇട്ട് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞത് മുട്ട റോസ്റ്റ് ആക്കി എടുക്കാം. ആ വെള്ളം പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ മുട്ടക്കറി ആകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. മുട്ട ഞാൻ എല്ലാ വശവും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഗ്രേവിയൊക്കെ കയറുന്നതിന് വേണ്ടി. എന്നിട്ട് ഈ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുട്ടയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ആ ഗ്രേവി ഇളക്കി കൊടുക്കുക. നമ്മൾ വരഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അതിലോട്ടൊക്കെ നമ്മുടെ മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, ആ പാല് നമ്മൾ ഇനി അത് പിഴിഞ്ഞു കൊടുക്കണം. ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് എന്ന് പറയാൻ പറ്റും. മുട്ട കറി ആകുമ്പോഴാണ് ഇത്തിരി, ഒന്നെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കോൺഫ്ലക്സ് പൗഡറില്ലേ, കോൺഫ്ലക്സ് പൊടിയില്ലേ, ആ പൊടിയോ ചേർത്ത് നന്നായിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഒന്ന് തിള വരുമ്പം നിർത്തിയാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചത് അത് 1-ാം പാലായതുകൊണ്ട് അതൊന്ന് തിള വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്ക് കരിവേപ്പില ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അത് സർവ് ചെയ്യുന്നതാണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് രാവിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു. എല്ലാവർക്കും അന്നേരം ഒരു ശുഭദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ.